ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു നൊസ്റ്റാൾജിക് കറിയാണ് ചക്കക്കുരു മാങ്ങാക്കറി. ഈ ചക്കക്കുരു തോല് കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും അത് ഉപയോഗിക്കാതെ കളയുന്നത്. അതിനൊരു എളുപ്പ വഴിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഉള്ളി ചതയ്ക്കുന്ന കല്ലെടുത്തൊരു കുത്തു കൊടുത്താൽ അതിൻ്റെ വെള്ളത്തോല് അടർന്നു വരും. പിന്നെയുള്ളത് ആ ബ്രൗൺ തോലാണ്. അത് കളയാതിരിക്കുന്നതാണ് നല്ലത്. അതിലാണ് പോഷക ഗുണങ്ങൾ ഏറെയും. ചക്കക്കുരു കറി വയ്ക്കുമ്പോൾ നീളത്തിലാണ് നമ്മൾ അരിയുന്നത്. ചക്കക്കുരു എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് നല്ല വെള്ളത്തിലിട്ട് പല പ്രാവശ്യം കഴുകുമ്പം അതിലുള്ള കുറച്ച് അടർന്നു വന്ന തൊലികളെല്ലാം പോവും. അതിനുശേഷം നമുക്ക് അതിനെ എടുത്ത് കുക്കറിലിടാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഒരൽപ്പം മഞ്ഞളും ഇട്ട് അത് ഒരു 3-4 വിസിലിന് വേവാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പിടുന്നില്ല, ചക്കക്കുരു വേവാതായാലോ എന്നൊരു സംശയം കൊണ്ടാണ്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് ഒരു പിടി തേങ്ങയും ഒരു 3 കൊച്ചുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുറച്ചെടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ കറിക്ക് തിക്നെസ് വേണമല്ലോ, നമ്മൾ പരിപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ തിക്നെസ്സിനായിട്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവനായി ഉടയ്ക്കരുത്, കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാവണം. ഇത് പച്ച മാങ്ങയാണ്. മാങ്ങയ്ക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സമയം പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുളി കുറയും എന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചക്കക്കുരുവിലേക്ക് ഇടാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കുക. ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മാങ്ങ വേവാൻ വയ്ക്കാം. മാങ്ങ വെന്തെന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ച് മുറിച്ച് നോക്കാം. മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പിടാം. അരപ്പ് മുഴുവനായി ഇട്ട് മിക്സി ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കറിയിലേക്ക് ഒഴിക്കാം. കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ചക്ക വെട്ടുമ്പോൾ ചക്കക്കുരു ഒരിക്കലും കളയരുത്. ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണേ. നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഒരു കുഞ്ഞു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ ഒരു അല്പം കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 5 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് വതക്കുക. ഉള്ളിയെല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനെ കറിയിലേക്ക് ഒഴിക്കാം. ഈ കറി നല്ല മട്ടേരി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.